കേരളത്തിൽ ദേശീയപാത തകർന്ന് ഒന്നരയാഴ്ചയായിട്ടും നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇടപെടലിന് പിന്നാലെ ശക്തമായ നടപടിക്കൊരുങ്ങുന്നു. PAC ചെയർമാൻ KC വേണുഗോപാലിന്റെ കൂരിയാട് സന്ദർശനത്തിന് ശേഷം ഡൽഹിയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും ഗതാഗത വകുപ്പിനോടും ദേശീയപാത അതോറിറ്റിയോടും വിശദീകരണം തേടുകയും കർശന നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. PACയുടെ കർശന ഇടപെടലിനെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വരുന്ന ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ NHAIA ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം അടിയന്തരമായി കേരളം സന്ദർശിക്കാനും PAC നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്മിറ്റി നിർദ്ദേശപ്രകാരം NHAI ചെയർമാന്റെ കേരള സന്ദർശനത്തിന് മുന്നോടിയായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. വീഴ്ച വരുത്തിയ പ്രോജക്ട് സൈറ്റ് എഞ്ചിനീയറെ ദേശീയപാത അതോറിറ്റി പിരിച്ചുവിടുകയും അപകടമുണ്ടായ ഭാഗത്തിന്റെ ചുമതലയുള്ള പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. NH-66-ൽ കൂരിയാട് ഭാഗത്തെ അപകടത്തിന് കാരണം ഉയർന്ന പാർശ്വവ്യക്തിയുടെ ഭാരം താങ്ങാനാവാതെ അടിത്തറ മണ്ണ് ഇളകിയതാണെന്നും സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സവിശേഷത കണക്കിലെടുക്കാതെയുള്ള രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയതാണെന്നും PAC ചെയർമാൻ KC വേണുഗോപാലിന്റെ സന്ദർശനത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ഡൽഹിയിൽ ചേർന്ന PAC യോഗത്തിൽ ഗതാഗത സെക്രട്ടറി, NHAI ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിച്ചു. DPR ഏതു രീതിയിലാണ്? റോഡിന്റെ ഡിസൈൻ ആരാണ് അന്തിമമാക്കിയത്? നിർമ്മാണ കരാർ കൊടുത്തത് ഏത് രീതിയിലാണ്? ഉപകരാർ കൊടുത്തതിൽ എന്തെങ്കിലും ഉപാധിയുണ്ടോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ PAC ഉന്നയിച്ചു. അപ്പോഴാണ് റോഡിന്റെ രൂപകൽപ്പനയിലെയും നിർമ്മാണത്തിലെയും അപാകതയും സംബന്ധിച്ച് പാളിച്ചയും പിഴവും ഉദ്യോഗസ്ഥർ സമ്മതിച്ചത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാട് അതോടെ PAC എടുത്തു. അതിനെ തുടർന്ന് നിർമ്മാണ കരാർ ഏറ്റെടുത്ത KNR കൺസ്ട്രക്ഷൻ കമ്പനിക്ക് 11.8 കോടി രൂപയുടെ പിഴയടക്കാതിരിക്കാനും 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാരണം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതോറിറ്റി നോട്ടീസ് നൽകി. പദ്ധതിയുടെ സ്വതന്ത്ര എഞ്ചിനീയറായ ഭോപ്പാൽ ഹാവി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിനും നോട്ടീസ് നൽകി. 20 ലക്ഷം രൂപ പിഴയടക്കാതിരിക്കാനും 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണിത്. ഇതിന്റെ ടീം ലീഡറെയും സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായ ചെയർമാൻ KC വേണുഗോപാൽ സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സവിശേഷത കണക്കിലെടുക്കാതെയുള്ള രൂപകൽപ്പനയാണ് കൂരിയാട് ഉൾപ്പെടെയുള്ള ദേശീയപാത അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപകടം സംഭവിച്ച ദിവസം തന്നെ വേണുഗോപാൽ കത്തു നൽകിയിരുന്നു. എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് PAC ചെയർമാൻ എന്ന നിലയിൽ സംഭവസ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിൽ ഔദ്യോഗികമായി ഇടപെടാൻ തീരുമാനിച്ചത്. കൺസൾട്ടിംഗ് ഏജൻസിയും കരാർ കമ്പനിയും നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തിയതെന്നും പ്രദേശവാസികളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും മുൻപരിചയമുള്ള വിദഗ്ധരുമായി വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയും നടത്തിയില്ലെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. അത് ശരിവെക്കുന്ന നടപടി കൂടിയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 30,000 കോടിയുടെ പദ്ധതിയായിട്ടും റോഡിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഉന്നതതല സാങ്കേതിക വിദഗ്ധ സംഘമില്ലെന്നത് നിർഭാഗ്യകരമാണെന്ന് അഭിപ്രായപ്പെട്ട PAC നിർമ്മാണത്തിലിരിക്കെ തകർന്ന ദേശീയപാതയുടെ ബന്ധപ്പെട്ട കരാർ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ CRAGക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം സന്ദർശിക്കുന്ന NHAI ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം അപകടമുണ്ടായ സ്ഥലങ്ങൾ മാത്രമല്ല, സമാനമായ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളും സന്ദർശിച്ച് പരിശോധന നടത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി നിർമ്മാണ ജോലികൾ മുന്നോട്ടു പോകണമെന്ന് കർശന നിർദ്ദേശമാണ് PAC ദേശീയപാത അതോറിറ്റിക്ക് നൽകിയത്. കൂടാതെ പാലക്കാട് IIT, CRRR, IGSI എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 വിദഗ്ധ സംഘത്തെ അപകടം നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് 3 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച്
ഈ 3-അംഗ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. നിർമ്മാണത്തിന് ഉപകരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ C&AGയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടിയെടുക്കുമെന്നും PAC വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടിക്ക് ശുപാർശ ചെയ്യാൻ സവിശേഷ അധികാരമുള്ള സ്വതന്ത്ര ബോഡിയാണ് പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി.